ഇറാനെതിരെ സൈനിക നീക്കത്തിനുള്ള ഒരുക്കത്തിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ തങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. തിരിച്ചടിക്കുമ്പോൾ അത് US-ന്റെ സൈനിക ആസ്ഥാനങ്ങളിൽ മാത്രമാകില്ലെന്നും അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായ ഇസ്രായേലിന് നേരെ കൂടി ആകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ US തർക്കം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആഭ്യന്തര പ്രക്ഷോഭം ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. തങ്ങൾക്ക് നേരെ ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെ തൊട്ടാൽ ഇസ്രായേലും മേഖലയിലെ US സൈനിക ആസ്ഥാനങ്ങളുമാകും തങ്ങൾ ലക്ഷ്യമിടുകയെന്ന് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബക്കർ ഗാലിബാഫ് പാർലമെന്റിൽ പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പാർലമെന്റ് സമ്മേളനത്തിലാണ് സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയത്. മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ സ്വാതന്ത്ര്യത്തിന് അടുത്തു നിൽക്കുകയാണെന്നാണ് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധത്തെക്കുറിച്ച് ട്രംപ് നടത്തിയ പ്രതികരണം. പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്കു നേരെ നടപടിയെടുത്താൽ തങ്ങൾ ഇടപെടൽ നടത്തുമെന്നും ട്രംപ് ഇറാന് നൽകിയ അന്ത്യശാസനത്തിൽ പറയുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ അമേരിക്ക തന്നെയാണെന്നും ഇറാൻ പറയുന്നുണ്ട്. ട്രംപിനോട് കളിക്കാൻ നിൽക്കരുതെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു തന്നെയാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ വിഷയത്തിൽ ഇടപെടൽ നടത്താനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നാണ് ഇക്കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാനാവുക. ഇറാൻ തിരിച്ചടിക്കുമ്പോൾ പ്രധാനമായും ഇരയാകേണ്ടി വരിക ഇസ്രായേൽ ആകുമെന്നതിനാൽ ഇസ്രായേൽ കനത്ത ജാഗ്രതയിലാണ്. ഇറാനിൽ US-ന്റെ സൈനിക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെയാണ് ഇസ്രായേൽ ജാഗ്രത വർദ്ധിപ്പിച്ചത്. ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ ഫോണിലൂടെ ഈ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനിൽ US സൈനിക ഇടപെടൽ നടത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇരുവരുടെയും ചർച്ച. രാജ്യാന്തര മാധ്യമങ്ങളും ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തുമെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ 31 പ്രവിശ്യകളിലായി 570-ലധികം പ്രതിഷേധങ്ങൾ നടന്നതായി US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ച അധികൃതർ ഇന്റർനെറ്റ് അടച്ചുപൂട്ടൽ ഏർപ്പെടുത്തിയതോടെയാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധക്കാർ ഒറ്റപ്പെട്ടത്. എന്നാൽ രാജ്യത്തു നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തിയ വീഡിയോകളിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതേസമയം ഇതുവരെ 200-ലേറെ പേർ മരിച്ചുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിടുന്ന കണക്ക്. എന്നാൽ ഇന്റർനെറ്റ് വിലക്കിയിരിക്കുന്നതിനാൽ ഈ കണക്കിലെ ആധികാരികതയെക്കുറിച്ച് സംശയങ്ങളുണ്ട്. രാജ്യത്തു നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി ഇപ്പോൾ പുറത്തു വരുന്നില്ല. 2600-ലധികം ജനങ്ങളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇറാൻ US തർക്കം കൂടുതൽ രൂക്ഷമാകും. Waytonikah.com, the exclusive Muslim matrimonial site.